19ാം നൂറ്റാണ്ട്. അതിലൊരു ഗംഭീരമായ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആയോധന കലകളൊക്കെ അഭ്യസിച്ചുള്ള ഒരു യോദ്ധാവായിട്ടൊക്കെയാണ് വേഷമിട്ടത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിന് വലിയ എഫേർട്ട് വേണം. അപ്പൊ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ആ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ എനിക്കും പല കാര്യങ്ങളും പഠിക്കാം. അല്ല, അതില് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ലാസ്റ്റ് 8 മിനിറ്റാണ്. സുപ്രീം സുന്ദറാണ് അത്. ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ ആള്. ഒരു വെള്ളത്തിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പൊ വിനയൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല, നമ്മൾ ശ്രമിക്കണം, പക്ഷെ ചിലപ്പോൾ നടക്കില്ല, എന്നാലും ശ്രമിക്കാന്ന് പറഞ്ഞു. ആകെ 3 മിനിറ്റ് ആ ഫൈറ്റ് ഉള്ളൂ കേട്ടോ. 8 മിനിറ്റ് ഉള്ളൂ. അതില് വളരെ കുറച്ച് എനിക്കുള്ളൂ. പക്ഷെ അതിനു വേണ്ടി ട്രെയിൻ ഇപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ ചെയ്തതെന്ന് ഞാൻ അങ്ങനെ കുറ്റബോധമില്ല. കാരണം എൻ്റെ ജീവിതത്തിന് അത് ഗുണം ചെയ്തു, മനസ്സിലായില്ലേ? ഇപ്പൊ പല കാര്യങ്ങളിലും അത് എനിക്കൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനും അത് ഇപ്പൊ ഞാൻ ഈ 2 ഫൈറ്റിന് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയൊന്നും എനിക്കുണ്ടായില്ല. കാരണം എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടി ശാരീരികമായിട്ടൊക്കെ. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ ദിനേട്ടാ? ഞാൻ ഇത്രയും ശരിക്കും പറഞ്ഞ കുറെ നാളുകൾ ഇതിൽ വർക്ക് ചെയ്ത്. അപ്പൊ ഞാൻ എന്റെ പ്രൊഡ്യൂസർ ഗോവലൻ ചേട്ടനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത്രയും നാൾ വർക്ക് ചെയ്ത് കാശൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. ടിനി വേണമെങ്കിൽ വന്നൊരു ചിട്ടിയിൽ ചേർന്നോളെ. അന്ന് ഫസ്റ്റ് ഞാൻ ചേർന്നെങ്കിൽ ഇപ്പൊ എനിക്ക് കിട്ടിയാനെ.